ത്രിയേക ദൈവതിരുനാമത്തിന്റെ മഹത്വം ഉണ്ടാകും. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിന്മീതെ ഇരുൾ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു. സൃഷ്ടികർമ്മത്തെക്കുറിച്ച് വേദപുസ്തകം പ്രതിപാദിക്കുന്നത് ഇങ്ങനെയാണ്: വെള്ളത്തിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിക്കുമ്പോൾ സൃഷ്ടി മനോഹരമാകും. പ്രപഞ്ചം അനുഗ്രഹീതമായി രൂപം കൊണ്ടത്. ഇത് തന്നെയാണ് പുതിയ നിയമത്തിൽ കാനാവിൽ വെള്ളത്തെ മേൽത്തരം വീഞ്ഞാക്കിക്കൊണ്ട് സൃഷ്ടാവ് താനാണ് എന്ന് ക്രിസ്തു വെളിപ്പെടുത്തുന്നു. അതിന്റെ കാരണക്കാരിയായി മാറുന്നതോ പരിശുദ്ധയായ കന്യകമറിയാം. കാനാവിന്റെ പരിമിതികളെ തിരിച്ചറിഞ്ഞ് അതിന്റെ വിങ്ങലുകളെ ഉൾക്കൊണ്ട് മറിയാം നിലകൊള്ളുകയാണ്. തന്നെ ക്ഷണിച്ച, തന്നെ പരിചയമുള്ള, തനിക്ക് ബന്ധമുള്ള ഒരു വീടിന്റെ അതിതീവ്രമായ ദുഃഖത്തിൽ അവരോട് ചേർന്ന് നിൽക്കുന്നു എന്ന് മാത്രമല്ല, അതിന് പരിഹാരവും അമ്മ കണ്ടെത്തുകയാണ്. വെള്ളത്തിന്റെ മേൽ തമ്പുരാൻ അത്ഭുതം പ്രവർത്തിച്ച പുതിയ നിയമ പ്രവർത്തനം സമാരംഭിക്കുമ്പോൾ അമ്മ പരിമിതികളെ പരിഹരിക്കുന്ന ധന്യ ജീവിതമായിട്ട് മാറും. ഒരു ഭവനത്തെ അറിയാം. ആകെ 6 പേർ ആ ഭവനത്തിലുണ്ട്. അതിൽ ഒരാൾ ഹൃദ്രോഗിയും 3 പേർ ക്യാൻസർ രോഗിയുമാണ്. പിതാവ് ഹൃദ്രോഗിയായി, അമ്മ ക്യാൻസർ രോഗിയായി, ഭാര്യ ബ്ലഡ് ക്യാൻസർ രോഗിയായി, കുഞ്ഞ് ക്യാൻസറിന് കീമോ തെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യം. കേവലം 18,000 രൂപ മാത്രം പ്രതിമാസ വരുമാനമുള്ള ഒരു ചെറുപ്പക്കാരൻ തന്റെ വീട് നടത്തുവാൻ, തന്റെ പ്രിയപ്പെട്ടവരുടെ രോഗ ശമനത്തിനായി ചികിത്സിക്കുവാൻ ഈ ലോകത്തിൽ തമ്പുരാൻ ഒരുക്കിയ ജീവിത നൗകയെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അതിശക്തമായി തുഴയുകയാണ്. കാനാവിലെ വിരുന്നു ഭവനം പോലെ വിങ്ങുന്ന ഹൃദയവുമായി, തകർന്ന മനസ്സുമായി അത്യധ്വാനം ചെയ്യുന്ന ഈ ചെറുപ്പക്കാരനെ കാണുമ്പോൾ പരിമിതികളുടെ നടുവിൽ വിങ്ങുന്ന അവനോട് എന്തെന്നില്ലാത്ത ഒരു ആകർഷണം തോന്നി. ആകർഷണമല്ല, അത്ഭുതം തോന്നി. എങ്ങനെ ഇവനെ കൊണ്ട് ഇത് സാധിക്കുന്നു? അമ്മയെക്കുറിച്ച് പരിമിതികൾക്ക് നടുവിൽ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും പരിഹരിക്കുകയും ചെയ്യുവാൻ മുൻകൈയെടുക്കുന്ന അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ പരിമിതികളിൽ നട്ടം തിരിയുന്ന ഈ കുടുംബം മനസ്സിൽ വന്നുപോയതാണ്. സഹോദരങ്ങളെ, ചെറിയ ദുഃഖങ്ങളുടെ പരിമിതികളുടെ നടുവിൽ വിങ്ങുന്ന ഹൃദയവുമായി അമ്മയുടെ അടുക്കൽ മധ്യസ്ഥതയ്ക്ക് ഓടിയെത്തുമ്പോൾ നാം കാണണം, പരിമിതികളുടെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന ചിലരെങ്കിലും നാം അറിയാത്തവരായി, നാം പരിചയപ്പെടാത്തവരായി നമുക്ക് ചുറ്റുമുണ്ട്. അമ്മ ആ കുടുംബത്തെ, നമ്മെ പരിരക്ഷിക്കട്ടെ. അമ്മയുടെ മധ്യസ്ഥത കോട്ടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.